പുതുവർഷത്തിലും വയനാട് പുതുവർഷമാണ്. അപ്പം ചിങ്ങപ്പുലരി ആശംസിക്കുമ്പോൾ കണ്ണീർ വറ്റാതെ ഇരിക്കുകയാണ് വയനാട്. ദുരന്തഭൂമിയിൽ ഇനിയും കണ്ടെത്താനുള്ളവർക്കായുള്ള തിരച്ചിൽ ഇന്നലെ അവസാനിപ്പിച്ചിരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നടത്തിയ തിരച്ചിലിൽ ഒന്നും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് തീരുമാനം. ബന്ധുക്കളും നാട്ടുകാരും സംശയം പ്രകടിപ്പിക്കുന്ന ഭാഗങ്ങളിൽ മാത്രമായി പരിശോധന ചുരുക്കുകയാണ്. ദിസ്ന സുരേഷ് ചേരുകയാണ്. ദിസ്ന, ഒരു വല്ലാത്ത അവസ്ഥയാണല്ലേ? ഇനിയും കണ്ടുകിട്ടാനുള്ളവർ, ഇനിയും കാണാവറയത്തുള്ളവർ ഒട്ടനവധി പേർ. പക്ഷേ എവിടെ തിരയണം, എങ്ങനെ തിരയണം എന്ന് അറിയാതെ അധികൃതരും നാട്ടുകാരും. എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ? പ്രദീപിള്ള സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഒരു ആശങ്കയിൽ തന്നെയാണ് ഇവിടുത്തെ ആളുകൾ എന്ന് തന്നെ പറയാം. ഇന്ന് ദുരന്തം കഴിഞ്ഞിട്ട് 19ാമത്തെ ദിവസം എത്തിയിരിക്കുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെ തന്നെയും പുഞ്ചിരിമട്ടം, ചൂരൽമല എന്നിവിടങ്ങളിലൊക്കെ തന്നെയും നടത്തിയ തിരച്ചിൽ പ്രധാനമായും ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ചാലിയാർ കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്തിയെങ്കിലും ശരീരഭാഗങ്ങൾ മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആളുകൾ തിരച്ചിൽ തുടരണമെന്ന ആവശ്യമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. പക്ഷേ തിരച്ചിൽ തുടരണമോ വേണ്ടയോ, അത് നിർത്തണമോ എന്ന കാര്യത്തിൽ മന്ത്രിസഭാ ഉപസമിതി ഇന്ന് യോഗം ചേരും. ആ യോഗത്തിന് ശേഷമായിരിക്കും തിരച്ചിൽ തുടരണമോ എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. മാത്രമല്ല 10 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 400-ലധികം പേരാണ് ഈ വയനാട് മേഖലകളിൽ ഇപ്പോൾ താമസിക്കുന്നത്. ഈ ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ തന്നെയും സ്കൂളുകളായിരുന്നു. ഈ സ്കൂളുകളായി തന്നെ തുടർന്ന് അധ്യയന വർഷം ആരംഭിക്കണം എന്ന ഒരു തീരുമാനത്തിലേക്കാണ് സർക്കാർ എത്തിയിരിക്കുന്നത്. അത് എത്രത്തോളം പ്രായോഗികമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഈ 20-ാം തീയതിക്കുള്ളിൽ തന്നെ ഇവരെയൊക്കെ തന്നെയും വാടക വീടുകളിലേക്ക് മാറ്റുക എന്നൊരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ സർക്കാർ എത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഇവർ വീടുകളിലേക്ക് പോകുമ്പോൾ ആവശ്യമായ സാധനങ്ങൾ, ബാക്ക് ടു ഹോം കിറ്റ് എന്നൊരു പദ്ധതിയും ഇവർ നടപ്പിലാക്കുന്നു. അതായത് വാടക വീടുകളിലേക്ക് മാറുമ്പോൾ, പുനരധിവസിപ്പിക്കുമ്പോൾ വീടുകളിലേക്ക് ആവശ്യമായ ക്ലീനിങ്ങിന് ആവശ്യമായ സാധനങ്ങൾ, അതുപോലെ പാചകത്തിന് ആവശ്യമായ പാത്രങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റ് അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കാൻ ആവശ്യമായ മറ്റു വസ്തുക്കൾ എന്നിവയൊക്കെ അടങ്ങിയ ഒരു കിറ്റും സർക്കാർ നൽകുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. എന്തായാലും മന്ത്രിസഭാ ഉപസമിതി യോഗം ചേർന്നതിന് ശേഷമായിരിക്കും ഇനി തിരച്ചിൽ തുടരണമോ എന്ന തീരുമാനത്തിലേക്ക് നിലവിലെത്തുക. അതുപോലെ തന്നെ 20-ാം തീയതിക്കുള്ളിൽ ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ അധ്യയന വർഷം ആരംഭിക്കണം എന്ന തീരുമാനത്തിലേക്കാണ് നിലവിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പ്രദീപിള്ള.